2020 നേതാവ് സാബു ജേക്കബ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. നമസ്കാരം. കുട്ടിക്കലാശത്തിലേക്ക് പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണ പ്രത്യാരോപണ വിഷയത്തിൽ നിൽക്കണല്ലേ 2020? ഇന്നലെ ഞാൻ ഒരു വാർത്താ സമ്മേളനം നടത്തി. കാരണം ഞങ്ങളുടെ പൂത്രക്ക പഞ്ചായത്ത് പ്രസിഡന്റ് പൂജ യോമോൻ രാജിവെക്കുകയുണ്ടായി. അപ്പോൾ അത് കോൺഗ്രസ്സുകാർ നടത്തിയ ഒരു 20 ലക്ഷം രൂപയുടെ ഡീലാണെന്ന് ഞാൻ ആരോപിച്ചിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ചില ശബ്ദ സന്ദേശങ്ങൾ ഞാൻ പുറത്തുവിടുകയുണ്ടായി. അപ്പോൾ ഇന്ന് അതിനെ നിഷേധിച്ചുകൊണ്ട് നമ്മുടെ സജീന്ദ്രൻ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി സജീന്ദ്രൻ ഒരു വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹം പറഞ്ഞു, ഇത് തെളിയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ഇന്നിവിടെ പുറത്തുവിട്ടത്, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ഈ പൂത്രക്ക സഹകരണ ബാങ്കിൽ നിന്നാണ് ഈ പൂജ ജോമോൻ ലോൺ എടുത്തിരിക്കുന്നത്. 7-7.5 ലക്ഷം രൂപയും പലിശ അടക്കം 9 ലക്ഷം രൂപയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവർ കൊടുത്ത ഓഫർ ഈ 7 ലക്ഷം രൂപയും പലിശയും അടച്ചുകൊള്ളാം, അതുകൂടാതെ 5 ലക്ഷം രൂപ പാരിതോഷികമായിട്ട് കൊടുക്കാമെന്നാണ് തീരുമാനിച്ചത്. ഇത് മാർച്ച് 27 നടന്നു. അതിൻ്റെ ഒരു വോയിസ് റെക്കോർഡ് എനിക്ക് കിട്ടി. ഞാൻ ഈ പൂജയും മറ്റു മെമ്പർമാരെയും വിളിച്ചത് കേൾപ്പിച്ചു. അത് പുറത്തറിഞ്ഞു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ പൂജ പിന്മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ വീണ്ടും അവർ സമീപിച്ചിട്ട് അത് 5 ലക്ഷം രൂപ വേണ്ടി കൂട്ടി 20 ലക്ഷം രൂപയുടെ ഡീലാക്കിയത്. അങ്ങനെയാണ് ഇവർ ഡീൽ ഉറപ്പിച്ചതും. ഇന്നലെ എറണാകുളത്ത് പോയിട്ട് വാർത്താ സമ്മേളനം, അത് കോൺഗ്രസ്സുകാർ തന്നെയാണ് കൊണ്ടുപോയത്. അവിടെ പോയി വാർത്താ സമ്മേളനം നടത്തി 2020 NDA ചേർന്നത് കൊണ്ടാണ് രാജിവെച്ചതാണ് ആരോപിച്ചത്. അപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് പുറത്തുവിട്ട ദൃശ്യമെന്ന് പറയുന്നത് പൂത്രക്കയിലെ സഹകരണ ബാങ്ക് പ്രസിഡന്റ് അനീബൻ കുന്നത്ത്, അതുകൂടാതെ അവിടുത്തെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പീറ്റർ കപ്ലാശ്ശേരി, ഇവർ രണ്ടുപേരും കൂടി പൂജയെ ഈ പറയുന്ന ആദ്യം ചർച്ച നടന്നത് സഹകരണ ബാങ്കിൽ വെച്ചാണ്. അവിടെ വിളിച്ചു വരുത്തി അവിടെ വെച്ച് ചർച്ച ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഞാൻ പുറത്തുവിട്ടത്. അല്പസമയം കഴിഞ്ഞപ്പോൾ അവിടെ ബെന്നി ബെഹനാൻ MP വന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ എനിക്ക് വരുന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ 6 മണി വരെ സമയമുള്ളത് കൊണ്ടാണത് മുഴുവനായിട്ട് സംഘടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം ഒരു പാർട്ടി ഓഫീസിലേക്ക്, ഈ സെൻട്രൽ കമ്മിറ്റി, ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതെല്ലാം ശരിയാക്കി ഇന്നിപ്പോൾ കലാശക്കൊട്ട് നടക്കുന്നതുകൊണ്ട് അത് മുഴുവനായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇവർ വിളിച്ചു വരുത്തി സഹകരണ ബാങ്കിനകത്ത് നിന്ന് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കണ്ടു എന്നുള്ളതല്ലേ, അതിലവർ സംസാരിക്കുന്നതും ഡീലാക്കുന്നതിൻ്റെ ഒന്നും തെളിവാകുന്നില്ല. അല്ല, 2020 പഞ്ചായത്ത് പ്രസിഡന്റ് സഹകരണ ബാങ്ക് കോൺഗ്രസിൻ്റെ പ്രസിഡന്റിൻ്റെ അടുത്തും അവിടുത്തെ മണ്ഡലം പ്രസിഡന്റിൻ്റെ അടുത്ത് അവിടെ പോയി സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അവർ പഞ്ചായത്ത് പ്രസിഡന്റല്ലേ? അതെ, പഞ്ചായത്ത് പ്രസിഡന്റാണ്. സഹകരണ ബാങ്കിൽ പോയി സംസാരിക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയല്ലേ സംസാരിക്കേണ്ടത്. അപ്പോൾ അവിടെ ലോണില്ല, അപ്പോൾ അങ്ങനെ പോയതായിക്കൂടെ? അല്ല, അതിന് ഇവർ രണ്ടുപേരും ഇല്ല. അതിന് മണ്ഡലം പ്രസിഡന്റിൻ്റെ ആവശ്യമില്ലല്ലോ. ലോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റിൻ്റെ മുറിയിലല്ലേ സംസാരിക്കേണ്ടത്. ഇത് രഹസ്യമായിട്ട് മാറി നിന്നാണ് സംസാരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഞാൻ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അവിടെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും ഉണ്ടെന്നുള്ളതാണത്. എന്തിനാണ് മണ്ഡലം പ്രസിഡന്റ്? അത് അതിനുശേഷം ബെന്നി ബെഹനാൻ അവിടെ വരുന്നു. ഈ കാര്യം ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഇവർ സമ്മതിക്കുകയും ചെയ്തതാണ് അന്നിവിടെ. കാരണം ഇവർക്ക് ലോൺ ഉണ്ടെന്നും അത് തീർത്ത് വരാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പാർട്ടിയെ വഞ്ചിക്കില്ല എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഇവർ സജീന്ദ്രൻ്റെ വണ്ടിയിൽ കയറുന്നു, അവിടെ വെച്ച് സംസാരിക്കുന്നു, ഉറപ്പിക്കുന്നു. അതിനുശേഷം പാർട്ടി ഓഫീസിലേക്ക് പോകുന്നു. അപ്പോൾ ഇതൊക്കെ 27 നടന്നതിന് ശേഷം ഇപ്പോൾ ഇലക്ഷൻ്റെ തലേദിവസം വന്നപ്പോൾ ഇതെന്തിനാ അവർ പോയിട്ട് പത്രപ്രസ്താവന നടത്തുന്നത്? NDA ചേർന്നതിൻ്റെ വിരോധമാണെങ്കിൽ 2.5 മാസം മുമ്പാണ് NDA ചേർന്നത്. എത്രയോ ദിവസം മുമ്പ് ചെയ്യാമായിരുന്നു. തിരിച്ചടിയാവാൻ സാധ്യതയുണ്ടോ തെരഞ്ഞെടുപ്പിൽ? നമുക്കെന്ത് തിരിച്ചടി? ഇത് അവർക്ക് കോൺഗ്രസിന് തിരിച്ചടിയാവും. കോൺഗ്രസിൻ്റെ ആ ഒരു ഈ ജനാധിപത്യത്തെ പണം കൊടുത്ത് മേടിക്കാം അല്ലെങ്കിൽ അട്ടിമറിക്കാമെന്ന് അവരൊരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇത് കോൺഗ്രസ് ഇവിടെ മാത്രമല്ല, ഇപ്പം പല കോളനികളും ഞങ്ങൾക്ക് പരാതി കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ കയറി 5000-ഉം 10,000-ഉം കൊടുത്ത് പണം ഒഴുക്കുകയാണ് അവരത്. അതുപോലെ ചെയ്താണ് മേടിക്കുന്നത്. ജനാധിപത്യ ഇതിപ്പോൾ കിഴക്കമ്പലത്ത് തന്നെ പല ഹരിജൻ കോളനിയിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവാണിയൂര് ചില സ്ഥലങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, പുത്തൻകുരിശ്, അമൃത കോളനി, ഇവിടെയൊക്കെയാണ് ഈ പണം 5000 ചില വീടുകളിൽ 5000, ചില വീടുകളിൽ 10,000 ഒക്കെ വെച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഓപ്പറേഷൻസ് ഇന്ന് രാത്രി നാളെയൊക്കെ ഇനിയും നടക്കും. അപ്പോൾ ജനാധിപത്യത്തെ പണം കൊടുത്ത് മേടിക്കുന്ന ഒരു പ്രവണതയാണ് കോൺഗ്രസ്. ഇതിപ്പോൾ ആളുകൾ നമ്മൾ പറയുന്ന അവിടെ വീട്ടിൽ ചെന്ന് പൈസ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നു എന്ന് പറയുന്നതല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് നമുക്ക് പണം കൊടുക്കുന്നത് പരസ്യമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ക്യാമറയുടെ മുമ്പിൽ നിന്ന് ആരും കൊടുക്കില്ല. അങ്ങനെ നമ്മുടെ പ്രവർത്തകർ
അവിടെ ഈ കോളനികളിലൊക്കെയുള്ള പ്രവർത്തകർ അവരുടെ വീട്ടിൽ പൈസയുമായിട്ട് ചെന്നു എന്ന് പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. ഈ NDA ചേർന്നതേ ഇപ്പോൾ 2.5 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു, ഏതെങ്കിലും നിലയിൽ നഷ്ടമായി എന്ന് തോന്നുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? ഒരിക്കലുമില്ല. കാരണം ഞാൻ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കൂടെയാണ് ചേർന്നിരിക്കുന്നത്. അത് ഇന്ത്യയെ ലോകത്തിലേക്ക് എത്തിച്ച, കാരണം 2020 എന്ന് പറയുന്ന ഒരു പ്രാദേശിക പാർട്ടി ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു പാർട്ടിയായിട്ട് മാറി. ഇന്ന് ഇന്ത്യയിലെ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ അടുത്ത ഉദാഹരണമാണ് ആഭ്യന്തരമന്ത്രി കുന്നത്ത് നാടിലെ പ്രചരണത്തിന് വന്നത്. പക്ഷെ അതേ പാർട്ടിയെ താങ്കൾ തന്നെ കുറച്ച് വർഷം മുന്നേ വിശേഷിപ്പിച്ചത് വർഗീയ പാർട്ടി എന്നാണ്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, അത് തെറ്റായിട്ടുള്ള പ്രധാ. ഞാൻ ഒരിക്കൽ പോലും BJP വർഗീയ പാർട്ടിയാണെന്നോ BJPക്ക് എതിരായിട്ടോ ഒരു ക്ലിപ്പിംഗ് പോലും എൻ്റെ കാണില്ല. ഞാൻ LDFനെയും UDFനെയും ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. അതേസമയത്ത് 2018 തന്നെ മോഡിയെ പറ്റി മാഗസിനിൽ എഴുതിയ റെക്കോർഡുകളുണ്ട്. ഞാൻ കാണുന്ന ഒരു റോൾ മോഡലാണ് നരേന്ദ്രമോദിജി എന്ന് ഞാൻ 2018 മാഗസിനിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ എന്ത് കാരണങ്ങൾ കൊണ്ടാ മോദിയുടെ കൂടെ ഉറച്ചു നിൽക്കാന്ന് കരുതുന്നു? കാരണം 2020 ആശയം വികസനം, ക്ഷേമം, അതേ രീതിയിൽ സമാനമായിട്ട് ഇന്ത്യ ഒട്ടാകെ വികസനവും ക്ഷേമവും ഉറപ്പാക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. 12 വർഷത്തിനുള്ളിൽ, ഇപ്പോൾ 12 വർഷമായി NDA ഭരിക്കുന്നു, 1 രൂപയുടെ അഴിമതി ആരോപണം ആരെങ്കിലും പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ടോ? ഗഡ്കരിക്കെതിരെ ആരോപണം വന്നിട്ടുണ്ട്. ആരോപണം എവിടെ ഉണ്ടായി? എന്തുണ്ടായി? എന്താരോപണമെന്ന്? ചുമ്മാ ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം ഇത് തന്നെ ഇന്ന് പറയുന്നു ഞങ്ങൾ രാഷ്ട്രീയ ജീവിതം ഇത് ചെയ്യാം, ഞങ്ങൾ ഇതിനു മുമ്പ് രാജിവെച്ച പ്രസിഡന്റ്മാരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ വെറുതെ ആരോപണം പറയാം. ഞാൻ പറഞ്ഞു, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭരിക്കുന്ന പിണറായിയുടെ പോലീസല്ലേ, എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല, എന്തുകൊണ്ട് കേസ് എടുത്തില്ല? അതല്ലാതെ ഇപ്പോൾ വന്നിട്ട് പറയാണ് ഭീഷണിപ്പെടുത്തി. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പം കുന്നത്തുനാട് എന്നൊക്കെ പറയുന്നത് എല്ലാ വിഭാഗം ജനങ്ങളും തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ BJPക്കെതിരെയുള്ള ആരോപണം അതൊരു വർഗീയ പാർട്ടിയാണ്, ഹിന്ദു ഭൂരിപക്ഷത്തിന് വേണ്ടി നിൽക്കുന്ന പാർട്ടി എന്നൊക്കെയാണ്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു ആരോപണത്തെ എങ്ങനെയാണ് 2020 ഈ ആരോപണം ഉന്നയിക്കുന്നവരാരാ? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും. അപ്പോൾ അത് അവരുടെ തൊഴിലാണത്, തൊഴിലിൻ്റെ ഭാഗമാണത്. അവരാരോപണം ഉന്നയിക്കും. അന്തിമമായിട്ട് BJP വർഗീയ പാർട്ടി അല്ല എന്നാണോ നിലപാട്? അങ്ങനെ ഒരു നമുക്ക് ഈ വർഗീയ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരു വിഭാഗത്തിൽപ്പെട്ടതാണ്. എന്നെ എന്തുകൊണ്ട് അവരെടുത്തു? അത് തന്നെ തെളിവല്ലേ വർഗീയ പാർട്ടിയല്ല എന്നുള്ളത്. BJP പോലൊരു പാർട്ടി എല്ലാവരും പറയുന്നു അത് ഒരു ഹിന്ദു പാർട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനിയായ 2020 നേതാവ് നയിക്കുന്ന ഒരു പാർട്ടിയെ എന്തുകൊണ്ട് അവരെടുത്തു? അത് തന്നെ അതിൻ്റെ തെളിവല്ലേ അത്. അവർ വളരെ സെക്കുലറായിട്ടാണ് പോകുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എന്നെ ആ പാർട്ടിയിലേക്ക് എടുത്തത്. ശരി, എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് പോവല്ലേ? ഇവിടെ കുന്നത്തുനാട്ടിലെ വിജയപ്രതീക്ഷ എത്രത്തോളം അതുകൂടി പറഞ്ഞിട്ട് പോകാം. 100% ഞങ്ങൾ വിജയിച്ചിരിക്കും. കുന്നത്തുനാട് മാത്രമല്ല, എറണാകുളം ജില്ലയിൽ NDA 6 സീറ്റുകളിൽ വിജയം വരിച്ചിരിക്കും. 6 സീറ്റുകൾ, അത് ഏതൊക്കെ സീറ്റാണെന്ന് ഞാൻ പറയില്ല. 6 സീറ്റുകൾ, 14 സീറ്റിൽ 6 സീറ്റ് NDA പിടിച്ചിരിക്കും. ഞങ്ങൾ വിജയിച്ചിരിക്കും. 6 സീറ്റുകളിൽ NDAയുടെ MLA ആയിരിക്കും. ശരി, താങ്ക് യു. എന്തായാലും ഈ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി അത് സംബന്ധിച്ച് ചില തെളിവുകൾ പുറത്തുവിടുകയായിരുന്നു. അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി, അതിൻ്റെ അവസാന കൊട്ടിക്കലാശത്തിന് വേണ്ടി പോവുകയാണ് ഇപ്പോൾ. ബിനു പാവമ്പയ്ക്കൊപ്പം കിഴക്കമ്പലത്ത് നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.